ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോക്ക് ക്രാഷ് ആവാം, പാടില്ലെന്നില്ല. പക്ഷേ അതിന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ മുഴുവൻ പൈസ എടുത്തുകൊണ്ട് പോകണം. FIIs എന്ന് പറയും. ഇവരെന്തിനാണ് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് പൈസ വലിക്കുന്നത് അല്ലെങ്കിൽ പൈസ ഇടുന്നത്? അത് സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ജപ്പാൻ യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡിങ് എന്നൊരു പ്രതിഭാസമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് സീറോയ്ക്ക് അടുത്തതോ ആയ ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കണം. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പൈസ എടുത്തിട്ട് അവർ ബാക്കിയുള്ള മാർക്കറ്റിലിടും. അത് ഇന്ത്യ പോലുള്ള മാർക്കറ്റിലാണ്. ആ പൈസ ഇപ്പോൾ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന ഒരു അവസരമാണ്. അത് കണ്ടിട്ട് ഇവിടെ നിന്ന് വലിച്ചിട്ട് ആ പൈസ ജപ്പാനിലേക്ക് കൊണ്ടുപോകും. സ്റ്റോക്ക് ക്രാഷ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതേമാതിരിയുള്ള ചില റിസ്കുകൾ FIIs ചെയ്യും. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് അവർ എവിടെയാണോ ലാഭം കിട്ടുന്നത് അങ്ങോട്ടേക്കാണ് അത് മാറ്റുന്നത്.